വൈറൽ അറബിക് പുഡിങ്ങാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നമ്മളൊരു വലിയ പ്രോഗ്രാമിന് ഉണ്ടാക്കുന്ന കാരണം അത്രയധികം മിൽക്ക് എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യാനുസരണമുള്ള ആളുകളുടെ കണക്കനുസരിച്ചിട്ട് പാലെടുക്കുക കേട്ടോ. ആ പാൽ നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യമായ മധുരത്തിന് പഞ്ചസാര ചേർക്കുക. അപ്പം പഞ്ചസാര അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡും ചേർക്കുന്നുണ്ട്. അപ്പം കുറച്ചും കൂടിയും നല്ലൊരു സ്വീറ്റ്നെസ് കിട്ടും. അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു ടിന്ന് മൊത്തത്തിൽ നമ്മൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പം ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഇരിക്കണം, അല്ലെങ്കിൽ അത് അടി പിടിക്കാൻ ഭയങ്കരമായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഓരോർക്ക് വേണ്ട മധുരത്തിനനുസരിച്ചിട്ട് ഇനിയും വേണമെങ്കിൽ ഒരു ടിന്നും കൂടി മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സ്റ്റവിൽ തന്നെയാണ് ഇത് വെക്കുന്നത്. അപ്പം ഇതും നമ്മൾ കട്ടി വളരെ കുറഞ്ഞ രീതിയിൽ അതിൻ്റെ കട്ടകളെല്ലാം ഉടയുന്ന അത്ര രീതിയിൽ നമ്മളത് ചെറിയ ചൂടിലാണ് നമ്മളത് മെൽറ്റായിട്ട് എടുക്കുന്നത്. ഈ ഒരു പാകം വരെ നമ്മളത് മെൽറ്റായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ പാലിലേക്ക് ഇത് അരിച്ചിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ഇത് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൽ അടി പിടിക്കാനും കട്ട കുത്താനായിട്ട്, പാലിങ്ങനെ കട്ട് കുത്താനും ഈ ചൈന ഗ്രാസ് അതിൽ പോയിട്ട് ഇങ്ങനെ കട്ടായിട്ടിരിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. അപ്പം അത് ഒരുമിച്ച് തന്നെ നമ്മൾ അരിച്ചൊഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് ഇളക്കുക. അപ്പോൾ അതങ്ങ് അലിഞ്ഞു പോയിക്കോളും. നമ്മളിതിൽ 2 പാക്കറ്റ് ഫുള്ള് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം അത്രയും വലിയ ക്വാണ്ടിറ്റിയിലായ കാരണമാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് അടുത്തായിട്ട് നമുക്ക് കസ്റ്റാർഡ് മിക്സ് നമുക്ക് ഉണ്ടാക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ പാലിലേക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡർ, അതിനാവശ്യമായിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ നമ്മൾ കുറുക്കിയെടുക്കുക. ഇതും നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കണം കേട്ടോ. അതാ നമുക്ക് ഈ പരുവത്തിലാണ് ഇതായിട്ടുള്ളത്. നമ്മൾ മറ്റേ പാലിലേക്ക് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളിത് ബ്രെഡിലാണ് ചെയ്യുന്നത്. ഇത് ചില ആൾക്കാർ ബിസ്ക്കറ്റിലും ചെയ്യുന്നുണ്ട്, പക്ഷേ അറബിക് പുഡിങ് ഇത് പൊതുവേ നമ്മൾ ബ്രെഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രെഡിൻ്റെ 4 സൈഡും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക. നമുക്ക് ഈ വൈറ്റ് പോർഷൻ മാത്രമാണ് വേണ്ടത്. ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ ഏത് ട്രേയിലാണോ നമുക്കിത് സെറ്റ് ചെയ്യേണ്ടത്, ആ ട്രേയിൽ ഫസ്റ്റ് ലെയറായിട്ട് ബ്രെഡിന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഇത് കൂടുതലുള്ള തിക്ക് കുറച്ച് കൂടുതലുള്ള പാത്രങ്ങൾ എടുക്കുകയായിരിക്കും നല്ലത്, കാരണം ഇതൊരു 2-3 ലെയറുള്ള പുഡിങ്ങാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വലിപ്പം നോക്കിയിട്ട് വേണം നമ്മൾ പാത്രം സെലക്ട് ചെയ്ത് എടുക്കാൻ. അപ്പം ഈ ബ്രെഡ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കസ്റ്റാർഡ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പാലിൻ്റെ മിക്സിക്ക് ആഡ് ചെയ്തതിന് ശേഷം അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് ലെയർ സെറ്റാവും. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഫസ്റ്റ് ഈ ബ്രെഡൊന്ന് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ, കൂടുതലങ്ങും ഒഴിക്കാൻ പാടത്തില്ല, ഒന്ന് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ ഒഴിക്കുക. അടുത്ത ലെയർ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഫ്രഷ് ക്രീം. അത് നമ്മളൊരു 1 ലിറ്ററിൻ്റെ ഫുൾ എടുക്കുന്നുണ്ട്. അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് നമ്മൾ 1/2 ടിന്നാണ് കേട്ടോ ഒഴിക്കുന്നത്. അത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ മധുരം എല്ലാത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നത്. പിന്നെ അതൊരു കട്ടൊന്നും ഇല്ലാണ്ട് നല്ല ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇതാണ് നമ്മൾ ലാസ്റ്റ് ലെയറായിട്ട് ഒഴിക്കുന്നത്. അപ്പം ആദ്യത്തേത് നമ്മളൊന്ന് സെറ്റായതിന് ശേഷം ഈ ലെയർ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതൊരു ചെറിയ കൂടുതലായിട്ട് കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് അത്രയും ഒഴിക്കേണ്ട, കുറച്ച് ചെറിയൊരു ലെയർ ഒഴിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള നട്ട്സോ പിന്നെ വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റൊക്കെ വേണമെങ്കിൽ വെച്ചിട്ട് നമുക്കത് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വൈറൽ അറബിക് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്.